എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. പിന്നീട് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നാൽ നിങ്ങൾ മറന്നുപോകും, പറയാൻ ഞാനും മറക്കും. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മുടെ കേരളക്കര മാത്രമല്ല മധ്യപ്രദേശ് ഒട്ടടക്കം ചർച്ച ചെയ്ത ഒരു വിഷയമായിരുന്നു നമ്മുടെ കുംഭമേളയിലെ വൈറൽ സുന്ദരിയായിട്ടുള്ള മൊണാലിസയുടെ വിവാഹത്തെക്കുറിച്ചിട്ട്. പുള്ളിക്കാരത്തിയുടെ വിവാഹം അവരുടെ നാട്ടിൽ അവരുടെ മാതാപിതാക്കൾ നടത്തി കൊടുക്കാത്തതിനെ തുടർന്ന് പുള്ളിക്കാരത്തിയുടെ ബോയ് ഫ്രണ്ടുമായിട്ട് നമ്മുടെ കേരളത്തിലേക്ക് വരികയും അവിടെ തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് തങ്ങളെ വിവാഹം കഴിപ്പിച്ച് കൊടുക്കാനുള്ള അനുമതി കൊടുക്കണം, അതായത് പുള്ളിക്കാരത്തി പ്രായപൂർത്തിയായി എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ വളരെയധികം വിശാല ഹൃദയമുള്ള നമ്മുടെ മന്ത്രി ശിവൻകുട്ടി ഉൾപ്പെടുന്ന കുറച്ച് ആളുകൾ ചേർന്നിട്ട് പുള്ളിക്കാരത്തിയുടെ വിവാഹം ഒരു ക്ഷേത്രത്തിൽ വെച്ചിട്ട് ഹൈന്ദവ വിധി പ്രകാരം തന്നെ നടത്തി കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരത്തെ വിവാഹം കഴിച്ച ആ ഒരു പയ്യനാണെങ്കിൽ ഒരു മുസ്ലിം യുവാവാണ് എന്നുള്ള കാര്യം നമ്മൾ എടുത്തു പറയേണ്ട ഒന്നാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, കേരളത്തിൽ ഇപ്പോൾ ഒട്ടുക്ക് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ലവ് ജിഹാദുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. മുസ്ലിം ചെക്കനാണ് വിവാഹം കഴിക്കുന്നതെങ്കിൽ തീർച്ചയായും അത് ലവ് ജിഹാദ് ആവും എന്നുള്ളത് നമ്മുടെ നാട്ടിന്റെ തന്നെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ആ ഒരു ട്രെൻഡ് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നവരോട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, എന്തായാലും ആ ഒരു പുള്ളിക്കാരൻ മതപരിവർത്തനമൊന്നും നടത്തിയിട്ടില്ല ആ ഒരു കുട്ടിയെ ഈ ഒരു സമയം വരെയും. എന്തായാലും ആ ഒരു ചെക്കൻ ഈ ഒരു പെൺകുട്ടിയെ ഹൈന്ദവാചാര പ്രകാരമാണ് വിവാഹം കഴിച്ചിട്ടുള്ളത്. ഒരു ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു വിവാഹം കഴിച്ചിട്ടുള്ളത്. മിന്നുകെട്ട് ചടങ്ങുണ്ടായിരുന്നു. അതിനുശേഷം നെറ്റിയിൽ സിന്ദൂരമൊക്കെ അണിഞ്ഞു കൊടുത്ത് പുള്ളിക്കാരത്തിയെ ഭാര്യയാക്കി മാറ്റുന്ന ഒരു ചടങ്ങ് നമ്മൾ സോഷ്യൽ മീഡിയ വഴി കണ്ടിട്ടുണ്ടായിരുന്നു. വിവാഹത്തിനൊക്കെ ശേഷം ഒരു വീട്ടിൽ അത് ആരുടെ വീടാണെന്നൊന്നും നമുക്കറിയില്ല. ഹൈന്ദവ വിധി പ്രകാരം തന്നെയാണ് നിലവിളക്ക് കൊടുത്ത് സ്വീകരിച്ച് വലതുകാല് വെച്ച് നമ്മുടെ വൈറൽ സുന്ദരി കയറി പോകുന്നതൊക്കെ നമ്മൾ കണ്ടു. ആ ഒരു വീട് ആരുടേതാണ് എന്നുള്ള കാര്യമൊന്നും വ്യക്തതയില്ല. ഇപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പറയുന്ന മൊണാലിസയെ ഒരു മുസ്ലിം യുവാവ് തട്ടിക്കൊണ്ടു പോയതാണെന്നും ലവ് ജിഹാദ് ആണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് പുള്ളിക്കാരത്തിയെ തിരികെ വേണമെന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന പെൺകുട്ടിയുടെ പിതാവ് അവിടെ മധ്യപ്രദേശിലെ മുഖ്യമന്ത്രിക്ക് ഒരു പെറ്റീഷൻ കൊടുത്തതായിട്ടാണ് ഇപ്പോൾ അറിയുന്നത്. തന്റെ പുത്രിയെ തിരികെ നാട്ടിലെത്തിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും ഇവിടെ കേരളത്തിൽ വന്നു അവർ വിവാഹം കഴിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ആ ഒരു പിതാവ് തിരികെ വേണം മകളെ ഇനി എന്നൊക്കെ പറയുന്നതിൽ എന്തെങ്കിലും നടക്കുമോ എന്നൊന്നും നമുക്കറിയില്ല. കാരണം ഇപ്പോൾ വിവാഹം കഴിഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ അവരുടെ ഫസ്റ്റ് നൈറ്റും സെക്കൻഡ് നൈറ്റും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇനി അവർ ആ ഒരു പെൺകുട്ടിയെ ആ ഒരു യുവാവിൽ നിന്നും പറിച്ചെടുത്തോണ്ട് പോയിട്ടും വലിയ കാര്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എന്തായാലും ഇവർ തമ്മിലുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തോളമായിട്ട് ഫേസ്ബുക്ക് വഴിയുള്ള പ്രണയമാണ് ഇവർ തമ്മിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ അവസാനം ഇങ്ങനെയാണ് പര്യവസാനിച്ചത്. ശരിക്കും കുംഭമേളയിൽ വന്ന് വൈറലായിട്ടുള്ള ഈ ഒരു പെൺകുട്ടിയുടെ വിവാഹം കേരളത്തിൽ വെച്ച് നടക്കണം എന്നായിരിക്കും ഒരു പക്ഷേ ആ ഒരു പെൺകുട്ടിയുടെ തലയിൽ എഴുത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് പലരും കമന്റ് ഇട്ടിരിക്കുന്നത് കണ്ടു. അപ്പോൾ എന്തായാലും ഇതിനെ തുടർന്നിട്ട് വന്ന വാർത്തകൾ ഒരുപാടുണ്ട്. അപ്പോൾ അതായത് പ്രധാനമായിട്ടും പല ആളുകളും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ ഒരു പുള്ളിക്കാരൻ ഇപ്പോൾ ഹൈന്ദവ വിധി പ്രകാരം വിവാഹം കഴിച്ചുവെങ്കിലും പിന്നീട് പർദ്ദയൊക്കെ ഇടിയിച്ച് പുള്ളിക്കാരത്തെ മുസ്ലിം സമുദായത്തിലേക്ക് ആക്കും എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവരോടൊക്കെ എന്ത് പറയാനാണ്? അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഞാൻ പറയാൻ വരുന്നത് ഇതൊന്നുമല്ല, ലവ് ജിഹാദിനെ പറ്റിയിട്ടോ ഒന്നുമല്ല. ശരിക്കും പറഞ്ഞാൽ ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, അതായത് പെൺകുട്ടിയുടെ അമ്മ പറഞ്ഞൊരു വിഷയം എന്ന് പറഞ്ഞാൽ, ഈ ഒരു പെൺകുട്ടിക്ക് 17 വയസ്സ് മാത്രമേ പ്രായമായിട്ടുള്ളൂ, 18 വയസ്സ് പൂർത്തിയായിട്ടില്ല, 17 വയസ്സും 2 മാസവും മാത്രമേ പ്രായമായിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് മീഡിയാസിലൊക്കെ അവരുടെ വോയിസ് ഉണ്ടായിരുന്നു. അത് നമ്മൾ കേട്ടതാണ്. അപ്പോൾ കേൾക്കാത്ത ആളുകൾ ആരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് അത്രയ്ക്ക് വൈറലായ ഒരു സംഭവമായിരുന്നു. അപ്പോൾ എന്നാൽ ഈ ഒരു പെൺകുട്ടിയുടെ ആധാർ കാർഡ് സംബന്ധിക്കുന്ന കാര്യങ്ങൾ കാണിച്ചിരിക്കുന്ന വെച്ച് നോക്കുകയാണെങ്കിൽ പെൺകുട്ടിക്ക് 18 വയസ്സ് പൂർത്തിയായിട്ടുണ്ട്. 18 വയസ്സ് പൂർത്തിയായി 2 മാസം കഴിഞ്ഞതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഇതിനെ കുറിച്ചിട്ട് ചില ആളുകളെങ്കിലും പറയുന്നത് വ്യാജമായിട്ടുള്ള ആധാർ കാർഡാണ്, ഇന്നത്തെ കാലഘട്ടത്തിൽ ആധാർ കാർഡൊന്നും ഒപ്പിക്കാൻ ഒരു പാടില്ല എന്നൊക്കെയുള്ള രീതിയിലാണ് പറയുന്നത്. അതിനെ കുറിച്ചിട്ടൊന്നും ആധികാരികമായിട്ട് പറയാനായിട്ട് എനിക്ക് സാധിക്കുകയില്ല. കാരണം നമുക്ക് അറിയാത്ത കാര്യങ്ങൾ നമ്മൾ എന്ത് പറയാനാണ്, അല്ലേ? അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയത്തെ കുറിച്ചിട്ട് ഞാൻ സംസാരിക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല. എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ഒരു പെൺകുട്ടിയെ മുൻകൈ എടുത്ത് വിവാഹം കഴിച്ച് അയച്ച ആളുകളായിട്ടുള്ള കുറച്ച് സഖാക്കന്മാരുണ്ട്.
നമ്മുടെ മന്ത്രിമാരെന്നൊക്കെ നമ്മൾ അവരെ സ്നേഹത്തോടു കൂടി വിളിക്കുന്നു. അവരുടെ സ്ഥാനവും അത് തന്നെയാണ്. അവരോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഈ ഒരു 18 വയസ്സ് മാത്രം പ്രായമായ പെൺകുട്ടി നമ്മുടെ സംസ്ഥാനത്ത് വന്നിട്ട് അവൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കണം, 1 വർഷമായിട്ട് പ്രണയത്തിലാണ് എന്ന് പറയുമ്പോൾ എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ ഒരു പെൺകുട്ടിയെ ആ ഒരു പയ്യന് വിവാഹം കഴിച്ചു കൊടുത്തത് എന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. നമ്മൾ ഒരു കുട്ടിയെ വിവാഹം കഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ ബാധ്യത ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടോ കയ്യടി നേടുന്നതിനോ വേണ്ടിയിട്ട് ആകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഒരു വിഷയത്തില് എനിക്കിവിടെ പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, 18 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറിയ പെൺകുട്ടി നമ്മുടെ സംസ്ഥാനത്ത് വന്നിട്ട് പെൺകുട്ടിക്ക് വിവാഹം കഴിക്കണം, പ്രായപൂർത്തിയായി, നമ്മൾ തമ്മിൽ പ്രണയത്തിലാണ്, നമ്മുടെ നാട്ടിലാണെങ്കിലും ഈ ഒരു പുള്ളിക്കാരനെ വിവാഹം കഴിക്കാൻ അനുവാദമില്ല. കാരണം നമുക്കറിയാം മധ്യപ്രദേശ് പോലുള്ള സ്ഥലങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഹിന്ദു മുസ്ലിം വിവാഹമൊന്നും അവരൊന്നും അംഗീകരിക്കുന്ന ഒരു സ്ഥലമേ അല്ല. അപ്പോൾ കാരണം വിദ്യാഭ്യാസം ഒന്നാമത്തെ കാര്യത്തിൽ വളരെയധികം കുറവാണ്. വിദ്യാഭ്യാസം ഉള്ള കേരളത്തിൽ തന്നെ ലവ് ജിഹാദ് എന്നും പൊക്കി പിടിച്ചുകൊണ്ടാണ് ആളുകൾ നടക്കുന്നത്. അപ്പോൾ പിന്നെ മറ്റുള്ള സ്ഥലത്തെ കാര്യങ്ങൾ പറയാതിരിക്കുന്നതല്ലേ നല്ലത്. അപ്പോൾ ഇവിടെയാണെങ്കിൽ നമ്മുടെ എന്താ പറയുക, നമ്മുടെ ബഹുമാന്യനായ ആദരണീയനായ സൽഗുണ സമ്പന്നനായ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി മുൻകൈയെടുത്ത് ഈ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു കൊടുക്കുന്നതാണ് നമ്മൾ കണ്ടത്. അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തോടൊപ്പം മറ്റു പല സഖാക്കന്മാരും ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇവരോട് എനിക്ക് ചോദിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, 18 വയസ്സ് മാത്രം പ്രായമായ ഒരു കിളുന്ന പെൺകുട്ടി വന്നിട്ട് 1 വർഷമായിട്ട് ഫേസ്ബുക്കിലൂടെ ഈ ഒരു പയ്യനുമായിട്ട് പ്രണയത്തിലാണ്, നമ്മുടെ നാട്ടിൽ ഇദ്ദേഹത്തെ വിവാഹം കഴിക്കാൻ നിർവാഹമില്ല, കാരണം അദ്ദേഹം മുസ്ലിം യുവാവായതുകൊണ്ട് പ്രശ്നമാണ്, അതുകൊണ്ട് ഞങ്ങളെ ഒരുമിച്ച് ചേർത്ത് തരണം എന്ന് പറഞ്ഞിട്ട് ആ ഒരു കുട്ടി വന്നപ്പോൾ എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ആ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് കൊടുത്തത് എന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. കാരണം ഞാൻ ഇത് പറയുമ്പോൾ പല സഖാക്കന്മാർക്കും സഖാത്തികൾക്കും ചിലപ്പോൾ കുരു പൊട്ടുമായിരിക്കും. നിങ്ങൾ ആദ്യം പൊട്ടിക്കുന്നതിന് മുമ്പ് ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളുടെ വീട്ടിലും കുട്ടികൾ ഉണ്ടാവാം. തെറ്റ് ആര് ചെയ്താലും അത് തെറ്റ് എന്ന് തന്നെ പറയണം. അത് പ്രധാനമന്ത്രി ആയാലും ഇനി അതിന് അറ്റത്തുള്ള ആളായാലും ദൈവം തമ്പുരാനായാലും തെറ്റ് ചെയ്താൽ തെറ്റ് തന്നെയാണ്. ഇവിടെ എന്ത് തെറ്റാണ് അദ്ദേഹം ചെയ്തത് എന്ന് ചോദിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ആ ഒരു പെൺകുട്ടിക്ക് ആ ഒരു ചെറുക്കനെ പറ്റിയിട്ട് എന്തറിയാം? ഒന്നാമത്തെ കാര്യം, ആ ഒരു പെൺകുട്ടിക്ക് ആകെ 3-ാം ക്ലാസ്സോ 4-ാം ക്ലാസ്സോ മാത്രമേ വിദ്യാഭ്യാസം ഉള്ളൂ. അത് മാത്രമല്ല, ഈ ഒരു കുട്ടിക്ക് ലോകപരിചയം എന്ന് പറയുന്ന ഒരു സംഭവമേ ഇല്ല. കേരളത്തിൽ വന്നിട്ട് ഇതുപോലെ കുംഭമേളയിൽ വന്ന് വൈറലായി, പിന്നീട് നമ്മുടെ ബോച്ചെ പുള്ളിക്കാരൻ്റെ ഷോപ്പിൽ ഉദ്ഘാടനത്തിന് വിളിച്ചു, പിന്നെ കുറച്ച് ഇന്റർവ്യൂകൾ സംഭവങ്ങൾ. അതല്ലാത്ത പക്ഷം ഈ ഒരു പെൺകുട്ടിക്ക് കേരളത്തെ പറ്റിയിട്ട് ഒന്നും അറിയില്ല. ഈ ഒരു പെൺകുട്ടിക്ക് വിദ്യാഭ്യാസം വളരെ കുറവാണ്. ഈ ഒരു പെൺകുട്ടിക്ക് ഇംഗ്ലീഷ് വായിക്കാനോ എഴുതാനോ അറിയില്ല, മലയാളമായാലും എഴുതാനും വായിക്കാനും ഒന്നും അറിയില്ല. നമുക്കറിയാം മലയാളം ഭാഷ വളരെയധികം കടുകട്ടിയായിട്ടുള്ള ഒരു ഭാഷ തന്നെയാണ്. അപ്പോൾ ഇത് ഒന്നും അറിയാത്ത ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കണമെന്ന് ആവശ്യപ്പെട്ട ഉടനെ മുൻവിധിയൊന്നും ഇല്ലാണ്ട് എടുത്തു ചാടി വിവാഹം കഴിപ്പിച്ച് കൊടുത്തത് വെറും മണ്ടത്തരമായി പോയി എന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം ഈ ഒരു പയ്യൻ ആരാണെന്നോ എന്താണെന്നോ ഒന്നും അവർ തമ്മിലുള്ള ആ ഒരു ഇതല്ലാതെ നമുക്കറിയില്ല. ആ ഒരു പയ്യനെ പറ്റിയിട്ട് കൂടുതലായിട്ടൊന്നും നമുക്കറിയില്ല. പിന്നെ എന്തടിസ്ഥാനത്തിലാണ് ഒരു ചെറിയ കിളുന്ന പെൺകുട്ടിയെ ആ ഒരു പയ്യനെ വിവാഹം കഴിച്ചു കൊടുത്തത്? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാമായിരുന്നല്ലോ. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ ഒരു പെൺകുട്ടിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം അവരുടെ മാതാപിതാക്കളുമായിട്ട് ബന്ധപ്പെടണമായിരുന്നു. അവർ തമ്മിൽ ഒരു ധാരണ ഉണ്ടാക്കണമായിരുന്നു. അങ്ങനെ അവർ തമ്മിലുള്ള വിവാഹത്തിലേക്ക് നിങ്ങൾ കൊണ്ടെത്തിക്കണമായിരുന്നു. അതായിരുന്നെങ്കിൽ നിങ്ങൾ കയ്യടി നേടിയേനെ. പക്ഷെ നിങ്ങൾ കാണിച്ചത് വെറും വൃത്തികേടായിപ്പോയി എന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. ഈ ഒരു പയ്യനെ കുറിച്ച് നിങ്ങൾക്ക് ഒന്നും അറിയില്ല. ഇവൻ ഇതിനു മുമ്പ് വിവാഹം വേറെ കഴിച്ചിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല. അവന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒന്നും അറിയില്ല. ആ ഒരു പയ്യനെ പറ്റിയിട്ട് ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിലോ എന്തെങ്കിലും തരത്തിലുള്ള ഒരു കേസോ എന്തെങ്കിലും ഉണ്ടോ എന്ന് പോലും നമുക്ക് ആർക്കും അറിയില്ല. അപ്പോൾ ഒരു പെൺകുട്ടി, സാധാരണ നമ്മുടെ നാട്ടില് ഈ കേരളത്തില് വിദ്യാസമ്പന്നരായിട്ടുള്ള പെൺകുട്ടികൾ പോലും വിവാഹം പോലുള്ള തട്ടിപ്പിന് ഇരയാകുന്നുണ്ട്. അതുപോലെ തന്നെ പ്രണയത്തിൽപ്പെട്ട് സകലതും നശിച്ച് അവസാനം നിലവിളിക്കുന്ന അവസ്ഥയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഈ ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത കുട്ടിയുടെ കാര്യം പറയണോ? ലോകപരിചയമില്ലാത്ത കുട്ടിയുടെ കാര്യം എന്ത് പറയാനാണ്? അത് ആദ്യം ഓർക്കണ്ടേ. ഇപ്പോൾ നിങ്ങൾക്ക് വേറൊരു കാര്യം ചെയ്യാമായിരുന്നല്ലോ. ആ ഒരു കുട്ടിയുടെ മാതാപിതാക്കളെ സമീപിച്ച് അതിനെ എങ്ങനെയെങ്കിലും ഒത്തുതീർപ്പാക്കാൻ നോക്കാമായിരുന്നു. ആ ഒരു കുട്ടികളെ രണ്ടുപേരെയും കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തി നിങ്ങൾക്ക് ഒരിത്തിരി സാവകാശം നേടാമായിരുന്നു. അല്ലെങ്കിൽ ആ ഒരു പെൺകുട്ടി കുറച്ചുകൂടി പ്രായപൂർത്തി ആയതിനു ശേഷം, 18 വയസ്സ് എന്ന് പറയുമ്പോൾ പ്രായപൂർത്തിയായി വോട്ടവകാശമുണ്ട് എന്ന് പറയുന്നെങ്കിലും കുട്ടിത്തം പോലും വിട്ടുമാറില്ല 18 വയസ്സായിട്ടുള്ള പെൺകുട്ടികൾക്ക്. പണ്ടത്തെ കാലഘട്ടത്തിലൊക്കെ 12-ഉം 13-ഉം വയസ്സിനൊക്കെ ആളുകൾ പെൺകുട്ടികളെ വിവാഹം കഴിപ്പിച്ച് അയക്കുന്നുണ്ട്. പല പെൺകുട്ടികളും വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് വയസ്സറിയിക്കുന്നത് പോലും. അത് ആ ഒരു കാലഘട്ടത്തിലാണ്, ഇന്നത്തെ കാലഘട്ടത്തിലല്ല അത്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു കിളുന്ന പെൺകുട്ടി വന്നിട്ട് വിവാഹം കഴിക്കണം എന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ വിവാഹം കഴിപ്പിച്ച് കൊടുക്കാൻ നിങ്ങൾ ആരാണ്?
എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് ആരാണ് വിവാഹം കഴിപ്പിച്ച് കൊടുക്കാനായിട്ട്? ഒരു പെൺകുട്ടിയെ കഷ്ടപ്പെട്ട് 10 മാസം വയറ്റിൽ ചുമന്ന് പ്രസവിച്ച് അവളെ വളർത്തി വലുതാക്കുന്ന അവളുടെ മാതാപിതാക്കൾക്കല്ലേ അവളെ വിവാഹം കഴിപ്പിച്ച് കൊടുക്കാനുള്ള യോഗ്യത ഉള്ളത്. ആ കുട്ടി വന്നിട്ട് ഇവിടെ വന്നിട്ട് എനിക്ക് വിവാഹം കഴിപ്പിച്ച് തരണം, എൻ്റെ നാട്ടിൽ ഇതൊന്നും നടക്കില്ല, എൻ്റെ മാതാപിതാക്കൾ എതിർപ്പാണ്, ഇദ്ദേഹം ഒരു മുസ്ലിം യുവാവായതുകൊണ്ട്, ഞാനൊരു ഹിന്ദു ആയതുകൊണ്ട് നമ്മളെ തമ്മിൽ ഒന്നിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ ഉടനെ മുന്നും പിന്നും ഒന്നും നോക്കാതെ വിവാഹം കഴിപ്പിച്ച് കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് എന്ത് റൈറ്റ്സ് ആണുള്ളത് എന്നാണ് എനിക്ക് അറിയേണ്ടത്. നിങ്ങൾക്ക് എന്ത് അർഹതയാണുള്ളത് നിങ്ങൾക്ക് വിവാഹം കഴിപ്പിച്ച് കൊടുക്കേണ്ടത്? എനിക്കുമുണ്ട് പെൺകുട്ടിയും ആൺകുട്ടിയും ഉള്ള ഒരു അമ്മയാണ് ഞാൻ. നാളെ എൻ്റെ മകളുടെ വിവാഹം മറ്റൊരാൾ നടത്തി കൊടുക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് കുത്തി മുറിവേൽപ്പിക്കുകയാണ് ചെയ്യുന്നത് മറ്റൊരാൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ. ആദ്യം ആലോചിക്കേണ്ടത് ഏതൊരു മാതാപിതാക്കൾക്കും ഉള്ള സ്വപ്നമാണ് അവരുടെ മക്കളെന്ന് പറഞ്ഞാൽ. അവരുടെ പ്രതീക്ഷയാണ്. ഒരുപാട് സ്വപ്നം കണ്ടാണ് മക്കളെ വളർത്തുന്നത്. അവർ പ്രായപൂർത്തിയായി കഴിയുമ്പോൾ അവർക്ക് അനുയോജ്യരായിട്ടുള്ള വധൂവരന്മാരെ കണ്ടെത്തി കൊടുക്കുക എന്ന് പറയുന്നത് ഓരോ മാതാപിതാക്കളുടെയും ഉത്തരവാദിത്തമാണ്, ആഗ്രഹമാണ്. അപ്പോൾ അതിനൊക്കെ തടസ്സം നിൽക്കുന്ന നിങ്ങളുടെ ഈ ഒരു സ്വഭാവം ഒട്ടും ശരിയായില്ല. നിങ്ങളുടെ ഈ ഒരു തീരുമാനം വെറും ബാലിശമായി പോയി എന്ന് മാത്രമേ ഞാൻ പറയുകയുള്ളൂ. ഇപ്പോൾ ഇവിടെ നമ്മുടെ സഖാക്കന്മാർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവിടെ ആ ഒരു പെൺകുട്ടിക്ക് അനുയോജ്യനായിട്ടുള്ള ഒരു വരനെ കണ്ടെത്തി കൊടുക്കുകയല്ല ഇവിടെ ചെയ്തിരിക്കുന്നത്. ആ ഒരു കുട്ടി വന്നിട്ട് പറയുന്നു എനിക്ക് ഇഷ്ടപ്പെട്ട ആളിനെ വിവാഹം കഴിപ്പിച്ച് തരണം എന്ന് പറയുമ്പോൾ നിങ്ങൾ മുൻവിധി ഒന്നും കൂടാതെ തന്നെ എടുത്തു ചാടി വിവാഹം നടത്തി കൊടുക്കുന്നു. അതേസമയം നിങ്ങളുടെ ഫാമിലിയിലുള്ള ഒരു പെൺകുട്ടി എനിക്കൊരു മുസ്ലിം യുവാവിനെ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ യുവാവിനെ ഇഷ്ടത്തിലാണ്, ഞങ്ങളെ തമ്മിൽ ഒരുമിപ്പിച്ച് തരുമോ, ഞങ്ങളെ വിവാഹം നടത്തി തരുമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മുന്നും പിന്നും ഒന്നും നോക്കാതെ നിങ്ങൾ വിവാഹം നടത്തി കൊടുക്കുമോ? അതാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത്. നിങ്ങൾ വിവാഹം നടത്തി കൊടുക്കുമോ? ഒരു പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയിലുള്ള ഒരു കുട്ടിയെ ഒരു മുസ്ലിം യുവാവിനും ഒരു ക്രിസ്ത്യൻ യുവാവിനും വിവാഹം നടത്തി കൊടുക്കുമായിരിക്കും. എന്നാൽ നേരെ തിരിച്ച് ഞാൻ മറ്റൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളുടെ ഫാമിലിയിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ നമ്മുടെ തന്നെ മതത്തിൽപ്പെട്ട ഒരു പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഒരു ആൺകുട്ടി വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് വെച്ചോളൂ. അത്തരത്തിലുള്ള ഒരു ആൺകുട്ടിയുമായിട്ട് നിങ്ങളുടെ കുടുംബത്തിലുള്ള ഒരു പെൺകുട്ടി പ്രണയത്തിലായിരിക്കുന്നു എന്ന് വെച്ചോളൂ. നിങ്ങൾ നടത്തി കൊടുക്കുമോ വിവാഹം? ഹൈന്ദവനാണ് എന്ന് ഓർക്കുക. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഒരു ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അവർ ഹൈന്ദവരാണ്. അത്തരത്തിലുള്ള ഒരു കുട്ടിയെ നിങ്ങൾ വിവാഹം നടത്തി കൊടുക്കുമോ? ആദ്യം സ്വന്തം കുടുംബത്തെ ചെയ്ത് കാണിക്കുക, അതാണ് ചെയ്യേണ്ടത്. അതിനുശേഷം അന്യന്റെ കുടുംബത്തിൽ കയറി ആളാവാൻ നോക്കുക എന്നേ ഞാൻ പറയത്തുള്ളൂ. ഇത് പറയുമ്പോൾ പലർക്കും എന്നോട് എതിർപ്പുണ്ടാവാം, പലരും തെറിവിളിയുമായിട്ട് വരുമെന്നും അറിയാം. പക്ഷെ അതൊക്കെ കേൾക്കാൻ തയ്യാറായിക്കൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത്. കാരണം ഇത് വളരെയധികം എടുത്തുചാട്ടമായി പോയി എന്നേ പറയാനുള്ളൂ. പെറ്റ് വളർത്തുന്ന മാതാപിതാക്കന്മാർക്ക് കുട്ടികളോട് ആഗ്രഹങ്ങളും കടമയും കടപ്പാടും ഒക്കെ ഉണ്ട്. ഇന്ന് ഈ ഒരു മൊണോലിസ വന്നിട്ട് വിവാഹം നടത്തി കൊടുക്കാൻ പറഞ്ഞു, നിങ്ങൾ നടത്തി കൊടുക്കുന്നു. നാളെ മറ്റ് ആരെങ്കിലും ഒക്കെ വന്നിട്ട് ഇതുപോലെ ഞങ്ങളുടെ വിവാഹം നടത്തി തരണമെന്ന് പറഞ്ഞു വന്നാൽ നിങ്ങൾക്ക് അതിനെ കൈയൊഴിയാൻ സാധിക്കുമോ? വീണ്ടും നിങ്ങൾ ഇങ്ങനെ വിവാഹം നടത്തി കൊടുക്കുമോ? എനിക്ക് അറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുകയാണ്. എന്തായാലും വളരെയധികം മോശമായിപ്പോയി. കാരണം ഈ ഒരു പെൺകുട്ടിയുടെ ലൈഫിൽ എന്തെങ്കിലും തരത്തിലുള്ള ദുരനുഭവം ഉണ്ടായാൽ, ഇവരുടെ ലൈഫിൽ എന്തെങ്കിലും തകർച്ചയുണ്ടായാൽ നിങ്ങൾക്ക് സമാധാനം പറയാൻ സാധിക്കുമോ? നിങ്ങൾ സമാധാനം പറയുമോ? ഒന്നുമില്ല അല്ലേ? അതിനൊന്നും സാധിക്കില്ല. ഇവിടെ നടന്നത് മറ്റൊന്നുമല്ല. ഇവിടെ നടന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു സിനിമ ഇറങ്ങിയല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ആ ഒരു വൈറലായിട്ടുള്ള ചിത്രത്തെ പറ്റിയിട്ട്. അപ്പോൾ അത് അങ്ങനെയല്ല, ഇങ്ങനെയാണ്. അതായത് ബീഫിനെ പറ്റിയിട്ടൊക്കെ പരാമർശിച്ചുകൊണ്ട് കേരള സ്റ്റോറി സെക്കൻഡ് ഭാഗം ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ അങ്ങനെയൊന്നും അല്ല, ഹിന്ദു മുസ്ലിം മൈത്രിയാണ്, ഇവിടെ വിവാഹം നടത്തി കൊടുക്കുന്നതിനൊന്നും ഒരു തടസ്സമില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇറക്കിയ ഒരു ഇതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇവിടെ നടക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ്. നമുക്ക് ഹിന്ദുക്കൾ മുസ്ലിങ്ങൾ എന്നുള്ള വ്യത്യാസമില്ല, നമ്മൾ ആരെയായാലും അംഗീകരിക്കും എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടിയ ഒരു പ്രഹസനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നീടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ലവ് ജിഹാദ് ഒന്നുമില്ല, ഒരു പുല്ലുമില്ല എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ ആയിട്ടായിരിക്കും ഇത് നടത്തിയിട്ടുള്ളത്. അതിനു വേണ്ടിയിട്ടായിരിക്കും ക്ഷേത്രത്തിൽ കൊണ്ടുപോയി ഹൈന്ദവ വിധിപ്രകാരം ഈ ഒരു വിവാഹം നടത്തിയിട്ടുള്ളത്. അതാവുമ്പോൾ ലവ് ജിഹാദ് എന്നുള്ള ഒരു പേര് വരില്ലല്ലോ. പുള്ളിക്കാരനും ഹൈന്ദവ വിധി പ്രകാരം വിവാഹം നടത്തി എന്ന് പറഞ്ഞാൽ അവിടെ പിന്നീട് ഈ പറയുന്നത് പോലെ എന്താണ് ലവ് ജിഹാദ് എന്നൊക്കെയുള്ള പേര് വരൂലല്ലോ. അപ്പൊ അതിനു വേണ്ടിയിട്ടായിരിക്കും ഇത്രയധികം കഷ്ടപ്പെട്ടത്. വീണ്ടും ഈ ഒരു വിവാഹത്തിന് മുൻകൈ എടുത്ത് നടത്തിക്കൊടുത്ത നമ്മുടെ നേതാക്കന്മാരോട് ഒരേ ഒരു ചോദ്യമാണ് വീണ്ടും ഞാൻ ചോദിക്കുകയാണ്. നിങ്ങൾക്ക് സാധിക്കുമോ? നിങ്ങളുടെ ഫാമിലിയിൽപ്പെട്ട ഒരു കുട്ടിയെ, അത് പെണ്ണോ ആണോ എന്തോ ആകട്ടെ, ഒരു കുട്ടിയെ
നിങ്ങളൊരു പക്ഷേ നിങ്ങളൊരു മുസ്ലിമിന് വിവാഹം കഴിച്ച് കൊടുക്കുമായിരിക്കും, നിങ്ങളൊരു ക്രിസ്ത്യാനിക്ക് വിവാഹം കഴിച്ച് കൊടുക്കുമായിരിക്കും. നമ്മുടെ തന്നെ മതത്തിൽപ്പെട്ട, വീണ്ടും ചോദിക്കുകയാണ്, നമ്മുടെ തന്നെ മതത്തിൽപ്പെട്ട ഒരു പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഒരു കുട്ടിക്ക്, ഒരു പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും ഒരാൾക്ക് നിങ്ങളുടെ ഫാമിലിയിൽ നിന്നൊരു കുട്ടിയെ വിവാഹം കഴിച്ച് കൊടുക്കാനായിട്ട് നിങ്ങൾ തയ്യാറാവുമോ? അതാണ് എനിക്കറിയേണ്ടത്. നമ്മളെല്ലാവരും ഒന്നാണ്, നാം ഒന്നാണ് എന്ന് പറയുമ്പോഴും ഒരുപാട് അവഗണനകൾ അനുഭവിക്കുന്ന ഒരു ആളുകൾ തന്നെയാണ് അവര്. അത് പറയാതിരിക്കാൻ നിവർത്തിയില്ല. എത്രയൊക്കെ എന്തൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാലും, എത്രയൊക്കെ വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞാലും, എത്രയൊക്കെ സമ്പത്തുണ്ടെന്ന് പറഞ്ഞാലും പല ആളുകളും അവരെ മാറ്റി നിർത്തുന്നുണ്ടെങ്കിൽ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം തരാൻ ആരെ കൊണ്ടെങ്കിലും സാധിക്കുമെങ്കിൽ തരിക. അതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളൊക്കെ കാണിക്കേണ്ടത്, മാതൃക കാണിക്കേണ്ടത് എന്താ? അവരെന്താ നമ്മുടെ കുലത്തിൽ തന്നെയുള്ള ആളുകളല്ലേ? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഈ പറയുന്ന SC ST വിഭാഗത്തിൽപ്പെട്ട ആളുകൾ നമ്മുടെ കുലത്തിൽ തന്നെയുള്ള ആളുകളാണ്. അവർ ഹിന്ദുക്കളാണ്. അവരെ എന്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയിൽപ്പെട്ട ആർക്കും വിവാഹം നടത്തി കൊടുക്കാത്തത്? എന്താ കൊടുക്കാത്തത്? അങ്ങനെയൊക്കെ ചെയ്തല്ലേ മാതൃക കാണിക്കേണ്ടത്? അതാണ് മാതൃക എന്ന് പറയുന്നത്. അങ്ങനെ കാണിക്കൂ, മന്ത്രി ശിവൻകുട്ടിയും അതുപോലെ തന്നെ ഒപ്പമുള്ള ആളുകളും. അല്ലാണ്ട് ആരാന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല ചേലാണ് എന്ന് പറഞ്ഞതുപോലെ ഒരു വൈറൽ പെൺകുട്ടി വന്നിട്ട് ഇവിടെ വന്നിട്ട് ഞാൻ ഫേസ്ബുക്കിലൂടെ 1 വർഷമായിട്ട് പ്രണയിച്ച യുവാവാണ്, നമ്മുടെ വിവാഹം നമ്മുടെ നാട്ടിൽ നടത്തി തരില്ല, നമ്മളെ ഒരുമിപ്പിച്ച് തരണം എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ ഒരു പെൺകുട്ടിക്ക് വിവാഹം നടത്തി കൊടുത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ആളാവാൻ നോക്കിക്കഴിഞ്ഞാൽ ഒന്നുമില്ല. കാരണം ആ ഒരു പെൺകുട്ടിയുടെ ലൈഫിൽ പിന്നീട് എന്ത് സംഭവിച്ചാലും നിങ്ങൾക്കൊന്നും ഒരു മണ്ണാങ്കട്ടേ ഇല്ല, ഒന്നും നഷ്ടപ്പെടാനും ഇല്ല. ഒരു മൊണോലിസ എന്ന് പറയുന്ന കുട്ടിയുടെ അധ്യായം അതോടുകൂടി ഇതേ ഇവിടെ കഴിയുകയാണ്. ഇനി അവളെ നിങ്ങൾ ആരും അന്വേഷിക്കില്ല. ഈ ഒരു പത്രക്കാരൊക്കെ ഇപ്പോൾ ഭയങ്കര സംഭവമായിട്ട് മീഡിയക്കാരൊക്കെ എടുത്തിട്ട് ആഘോഷിച്ചുവെങ്കിലും കുറച്ച് കഴിഞ്ഞാൽ ഇനി ആ ഒരു കുട്ടിയെ പറ്റിയിട്ട് ആരും മൈൻഡ് ചെയ്യില്ല. ഇനി ആ കുട്ടിയുടെ വിവാഹം കഴിഞ്ഞ് കുട്ടി പോയി, ഇനി ആ ഒരു കുട്ടിയെക്കുറിച്ച് ആരും ചർച്ച ചെയ്യത്ത് കൂടിയില്ല. പിന്നീട് അവളുടെ ലൈഫിൽ എന്ത് സംഭവിച്ചാലും അവൾ ഒറ്റയ്ക്ക് സഹിക്കേണ്ടി വരും. ഇപ്പോഴും നിങ്ങൾക്ക് പറയാൻ ന്യായീകരണം ഉണ്ടായിരിക്കും, നമ്മളായിട്ട് കൊണ്ടുവന്ന് കൊടുത്തതല്ലല്ലോ, അവളായിട്ട് 1 വർഷമായിട്ട് തിരഞ്ഞെടുത്ത ബന്ധമല്ലേ എന്ന്. എന്താ അല്ലേ? ഇതിനാണ് പണ്ടുള്ളവർ പറയുന്നത്, ഉപ്പോളം പോരില്ല ഉപ്പിലിട്ടത്. സ്വന്തം മക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, ഒരു മക്കളുടെ ലൈഫിലാണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ ഒരിക്കലും ആരും കൂട്ടു നിൽക്കില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഒരു മുസ്ലിം യുവാവിനെ ആണെങ്കിൽ ഒരു ഹിന്ദു യുവതിയെ ഒരു പക്ഷേ പരസ്പരം സമ്മതത്തോടു കൂടിയൊക്കെ ചിലപ്പോൾ വിവാഹം നടത്തി കൊടുക്കുമായിരിക്കും. ഒരു ക്രിസ്ത്യാനിയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. എന്നാൽ നമ്മുടെ തന്നെ മതവിഭാഗത്തിൽപ്പെട്ട, നമ്മുടെ തന്നെ സ്വന്തം കൂടപ്പിറപ്പുകളായിട്ടുള്ള SC ST വിഭാഗത്തിൽപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ മക്കൾക്ക് വിവാഹം കഴിച്ച് കൊടുക്കുന്നില്ല? അതെൻ്റെ ഒരു ചോദ്യമായിട്ട് തന്നെ ഇവിടെ നിൽക്കട്ടെ. ഈ ഒരു ചോദ്യത്തിന് ഉത്തരം നൽകാൻ ആർക്കുണ്ടെങ്കിലും സാധിക്കുമെങ്കിൽ വന്ന് ഉത്തരം നൽകുക. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. ഞാനിത് പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ ഏറ്റവും കെട്ടവളാവും, എല്ലാവരുടെയും വായിലെ പൂരത്തെറി കേൾക്കേണ്ടി വരും എന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. എന്നാലും ഇത് പറയാതിരുന്ന് കഴിഞ്ഞാലുണ്ടല്ലോ, എനിക്ക് എൻ്റെ മനസാക്ഷിയോട് പോലും ഞാൻ ചെയ്യുന്ന ക്രൂരതയായി പോവും. അപ്പോൾ എത്ര തെറിവിളി കേൾക്കാനും തയ്യാറായിക്കൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.